ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് അൺബോക്സിങ് ചെയ്യാൻ വന്നത് നമ്മളെ ഷോപ്സിൽ നിന്ന് വാങ്ങിയ എമർജൻസി ലൈറ്റ് പ്ലസ് LED ടൈപ്പ് വരുന്ന നമ്മളെ ടോർച്ചാണ്. അപ്പോൾ നേരെ ഇതിൻ്റെ വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം യെല്ലോ, അതേപോലെ തന്നെ ഗ്രീന്, അതേപോലെ തന്നെ ബ്ലൂ, റെഡ് 4 കളറിലാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ടോർച്ചായിട്ട് യൂസ് ചെയ്യുക, അതേപോലെ തന്നെ എമർജൻസി ആയിട്ട് യൂസ് ചെയ്യുക. അങ്ങനെ 2 ഫീച്ചേഴ്സുള്ള ഒരു ടോർച്ച് എമർജൻസിയാണ് നമുക്ക് ഷോപ്സിൽ നിന്ന് വാങ്ങിയത്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 169 രൂപയേ വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 25 വാട്ട്സിൻ്റെ ഈ ലേസർ ലൈറ്റാണ് പറയുന്നത് ഫ്രണ്ടിൽ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് എമർജൻസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 12 LED അതൊക്കെ ഉണ്ടാവും. ഈ ഒരു 12 ഹൈ ബ്രൈറ്റ് SMD ടൈപ്പ് LED ആണ് വരുന്നത്. അപ്പോൾ എമർജൻസി അതേപോലെ തന്നെ നല്ല ബ്രൈറ്റ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇരുട്ടൊന്ന് അടിച്ചിട്ടൊക്കെ ഒന്ന് നോക്കാം അത്യാവശ്യം നല്ലതാണോ അല്ലാത്ത. ഇതിൽ 4 വോൾട്ടിൻ്റെ ബാറ്ററി, ലെഡ് ആസിഡ് ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ 1000 mAh ബാറ്ററി, അതായത് 1 ആംപിയർ ആണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ, അപ്പോൾ ഇതിൽ നമുക്ക് ചാർജ് AC-യിൽ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോയിൻ്റാണ് വരുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ചാർജിങ്ങിനുള്ള ഒരു കോഡ് വയറും പാടെ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതൊന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പോകാതൊക്കെ വേണ്ടി ഹോൾഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സ്ട്രിപ്പും പാടെ വരുന്നുണ്ട്. ഈ ഒരു സ്ട്രിപ്പ് നമുക്ക് ഇതിൽ ഹോൾഡ് ചെയ്ത് വെക്കാം. അപ്പോൾ അതെങ്ങനെയൊക്കെ നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇതിനെപ്പറ്റി നോക്കാം. അപ്പോൾ ഈ ഒരു നമ്മുടെ 3ാമത്തെ ജനറേഷനിൽ വരുന്ന ഹൈ പവർ LED ആണ് ഇത് വരുന്നത്. ലേസർ ലൈറ്റ് നല്ല ലോങ് ലാസ്റ്റ് വരുന്ന പവർ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ വേറെ ഒരു വീഡിയോ ചെയ്തു, നമ്മളെ ലെൻസ് വരുന്നത് ഹെഡിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലും ഈ ഒരു LED തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൽ എക്സ്ട്രാ വരുന്നത് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്വിച്ച് ഉപയോഗിക്കാനുള്ള ഇതിലാണ്. അപ്പം മറ്റേതൊക്കെ നമ്മൾ യൂസ് ചെയ്ത സമയത്ത് ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഫ്രണ്ടിലേക്ക് ഓൺ ആക്കുന്ന സമയത്ത് ഈ ഒരു ലേസർ ലൈറ്റാണ് വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ സെൻട്രൽ ഓഫും ബാക്ക് വശത്തേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ 12 SMD ടൈപ്പ് LED ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഇത് തന്നെയാണ്. അപ്പോൾ നമ്മളെ കയ്യിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാം ഈ ഒരു വലുപ്പത്തിലുള്ള നല്ലൊരു ടോർച്ച് തന്നെയാണ്. അതുപോലെ തന്നെ എമർജൻസി ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അല്ലാതെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇരുട്ടത്ത് ഇപ്പോൾ കാണുന്ന സമയത്ത് നല്ല വെളിച്ചത്തിനാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രൈറ്റ്നസ് എത്ര ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രിപ്പ് പറഞ്ഞത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് 2 തലക്കലായിട്ട് ലോക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഇതൊന്ന് ലോക്കൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് അൺലോക്ക് ആവും. അപ്പോൾ ഈ ഒരു സൈഡ് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ലോക്ക് അതേപോലെ തന്നെ ലോക്ക് ഇവിടെ വരുന്നുണ്ട്. അത് ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ഇതിൽ ചെറിയൊരു കട്ടി ഒരു ഹോൾ ഉണ്ട്. അപ്പോൾ അതിലേക്കും കണക്ട് ചെയ്യാം. അപ്പോൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതുപോലെ ഈസി ആയിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാം. അപ്പോൾ നമുക്ക് തോളിലൊക്കെ വെക്കണമെങ്കിൽ ഷോൾഡറിലൊക്കെ വെച്ച് ഇത് കഴുത്തിലിട്ട് എങ്ങനെ ചെയ്യുന്ന വിധത്തിൽ അത്യാവശ്യം നീളമുള്ളത് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെ ഒന്ന് വെളിച്ചമില്ലാത്ത സ്ഥലത്ത് നിന്ന് അടിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ബ്രൈറ്റ്നസ് അറിയണമെങ്കിൽ നമുക്ക് ഇത് ഇവിടുന്ന് നോക്കാം. അപ്പോൾ ഇരുട്ടുള്ള റൂമിലാണ്. അപ്പോൾ നമ്മൾ ലേസർ ലൈറ്റാണ് ഇതിന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എമർജൻസിയുടെ ലൈറ്റ് നോക്കാം. അപ്പോൾ നമ്മൾ ബാക്കോട്ട് ആക്കിയാൽ എമർജൻസി ഇതാ അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്നുണ്ട്. ചെറിയൊരു ഇടുങ്ങിയ റൂമിലാണിത്. അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ ഈ ഒരു ഇതിലേക്ക് നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ചാർജ് ആക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് വരുന്നില്ല, സാധാരണ ടൈപ്പാണ് വരുന്നത്. സാധാരണ നമ്മളെ മോസ്കിറ്റോ ബാറ്റിലേക്ക് വരുന്ന ചാർജിങ്ങിൻ്റെ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിനെ കണക്കാക്കിയിട്ട് ഏകദേശം ഒരു ചാർജിങ് നമ്മൾ ഓവർ ചാർജ് ഇല്ലാത്ത വിധത്തിൽ ഒരു 6-7 മണിക്കൂർ ചാർജ് ചെയ്യുക. ഫുൾ തീർന്നു കഴിഞ്ഞാൽ ആ വിധത്തിൽ മാത്രം ചെയ്യുക. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഫുൾ ചാർജ് ആക്കിയിട്ടില്ലെങ്കിലും നമ്മൾ നൈറ്റ് ആയ സമയത്ത് അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ ഇതിലേക്ക് ആ ഒരു പവർ അത്രയും നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു സാധാരണ ഇതിൽ കാണുന്നതും ക്യാമറയിൽ കാണുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ നല്ല പവർ, ഹൈ പവർ തന്നെ വരും ലെൻസിൻ്റെത്. അപ്പോൾ നമ്മൾ സാധാരണ എമർജൻസി ആണെങ്കിൽ തന്നെ ഒരു അത്യാവശ്യം ലൈറ്റ് തന്നെ ഉണ്ട്. അപ്പം എമർജൻസിക്ക് ഹൈ ബ്രൈറ്റ് ഒന്നും പറയാനില്ലെങ്കിലും ഒരു ആവറേജ് നമുക്ക് അത്യാവശ്യത്തിന് വെളിച്ചത്തിനുള്ളുണ്ട്. അപ്പോൾ ഈ ഒരു ലേസർ ലൈറ്റ് എടുത്ത് പറയേണ്ടതിനാണ് അത്രയും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോങ്ങിലേക്ക് നമ്മൾ ഒരു തടസ്സമില്ലാതെ നേരെ സ്കൈയിലേക്ക് തന്നെ അടിച്ച സമയത്ത് ആ ഒരു ചെറിയൊരു പുകപടലം പോലെ മാത്രം ലോങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത വിധത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ മുകളിലേക്ക് ഫോക്കസ് ചെയ്ത സമയത്ത് ആ തെങ്ങിൻ്റെ മണ്ടയിലേക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമറ ഫോക്കസ് ചെയ്ത സമയത്ത് നമുക്ക് ആ ഉള്ള
തേങ്ങയും അതേപോലെ തന്നെ മുച്ചിലങ്ങയും ഒക്കെ നമുക്ക് കറക്റ്റ് കാണാവുന്ന വിധത്തിൽ ഫോക്കസിങ് വരുന്നുണ്ട്. അപ്പം ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല, അതേപോലെ തന്നെ ഷോപ്സിയിലൊക്കെ നല്ല ഇതുപോലത്തെ ഓഫറുകൾ വരുന്നുണ്ട്. അത്യാവശ്യം കുറഞ്ഞ റേറ്റിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. ഷോപ്സിയിലുണ്ട്. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇതുപോലത്തെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോ കാണാം. ഓക്കെ, ബൈ, സി യു.